ISL 10ാം കിരീടം നേടിയ മുംബൈ സിറ്റി FC-ക്ക് മുംബൈ വിമാനത്താവളത്തിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. കൊൽക്കത്തയിൽ നിന്നെത്തിയ താരങ്ങളെ ആരാധക സംഘം സ്വീകരിച്ചു. കിരീടം നേടിയതിലെ സന്തോഷം താരങ്ങൾ 24-മായും പങ്കുവച്ചു. ISL-ന്റെ 10ാമത്തെ കിരീടം നേടി മുംബൈ സിറ്റി FC ഇപ്പോൾ മുംബൈയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആരാധകർക്കിടയിലേക്ക് താരങ്ങൾ ഇറങ്ങുന്നു. ISL ട്രോഫിയാണ് ആരാധകർക്ക് വേണ്ടി താരം കൈമാറുന്നത്. രാഹുൽ ബേക്കയാണ് ഈ ട്രോഫിയുമായി ഈ ടീം സംഘത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. ഇപ്പോൾ ആരാധകരുടെ ആവേശത്തിലേക്ക്, അവരുടെ സ്നേഹത്തിലേക്ക് മുംബൈ താരങ്ങൾ ഇറങ്ങുകയാണ്. വലിയ ആവേശവും ആഹ്ലാദവും ഒക്കെ തന്നെ മുംബൈയിലാകെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. രാഹുൽ ബേക്കയുണ്ട്. राहुल कैसा इधर का माहौल अभी? बहुत बढ़िया माहौल. इतने सारे फैंस आए, काफी अच्छा लग रहा है उनके साथ सेलिब्रेट करना है. So how is this victory for you? For me, playing for my home team and winning it here, so it's a great pleasure for me. How was the final? It was a tough one, but the boys played really well. രാഹുൽ ബേക്കയാണ് പറഞ്ഞത്. വലിയ ആവേശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം. How was the final? It was fantastic. Very good. You were 1 goal behind and you scored 3 goals. That's it. And how was the match? Yeah, it was good. I think we were a better team, so we deserve to win and we now celebrate. That's it. So how you are experiencing this love from your fans? Oh, it's fantastic. That's what we want, and that's why we bring it back to Mumbai. Come on. Thank you. Okay. ഓരോ താരങ്ങളും ഈ വിധം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ടീം ബസ്സിലേക്ക് ഈ ട്രോഫിയുമായി പോവുകയാണ്. ഏതായാലും വലിയ ആവേശം. How is the final and you won the victory? You won the cup. Yeah. We are so happy. We are so proud that we bring the trophy back to Mumbai. I think we deserve it and let's celebrate it. ഏതായാലും വിന്നേഴ്സ് ഷീൽഡ് കപ്പിൽ ഉണ്ടായ തോൽവിക്ക് മോഹൻ ബഗാനോട് ഫൈനലിൽ പകരം തീർക്കാൻ കഴിഞ്ഞതിൻ്റെ ആവേശം കൂടി ആ വാക്കുകളിലുണ്ട്. എപ്പോഴും പറയാറുണ്ട് മുംബൈയെ വളരെ സൂക്ഷിക്കേണ്ട ടീമാണ്. ആദ്യ പകുതിയൊന്നും നോക്കി മുംബൈയെ വിലയിരുത്താൻ കഴിയില്ല. ഈ മത്സരത്തിലും ആദ്യ പകുതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് മുംബൈയാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു ഗോൾ അവർ പുറകിൽ പോയി. പക്ഷേ പിന്നീട് ഗോവയ്ക്കെതിരെ സെമി മത്സരത്തിൽ കണ്ടതുപോലെ ഒരു അത്ഭുത പ്രകടനം മുംബൈയിൽ നിന്നുണ്ടായി. അങ്ങനെയാണ് മുംബൈ വീണ്ടും ഒരിക്കൽ കൂടി 2ാം തവണ ISL കിരീടം ഉയർത്തുന്നത്. ഏതായാലും വലിയ ആവേശം മുംബൈ വിമാനത്താവളത്തിന് പുറത്ത് ഉണ്ട്. ഇനി താരങ്ങൾക്ക് ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ദിനമാകെ ആഘോഷിക്കാനുള്ളതാണ് മുംബൈയിൽ. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.